ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون സഹോദരന്മാരെ സഹോദരികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ പൊരുത്തവും അവൻ്റെ തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമദാൻ നമ്മോട് പലതും വിളിച്ചു പറയുന്നുണ്ട്. നന്നായി ചെവിയോർത്താൽ, ഹൃദയം കൊണ്ട് ശ്രദ്ധിച്ചാൽ റമദാൻ നമ്മോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. റമദാൻ നമ്മെ പലതിലേക്കും ആത്മാർത്ഥമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക്, ആത്മീയതയുടെ കൊടുമുടിയിലേക്ക്, പാപമോചനത്തിൻ്റെ മഹാസാഗരത്തിലേക്ക്, ഐക്യത്ത് എന്ന മഹാസൗഭാഗ്യത്തിലേക്ക്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ഈ ലോകത്തിൻ്റെ ഈ ദുഃഖത്തിൽ കുടുങ്ങിക്കിടക്കാതെ പരലോകത്തിൻ്റെ വിശാലതയിലേക്ക് മുന്നേറാണ്. ശരീരത്തിൻ്റെ ദുർമേധസ്സിൽ അഭിരമിക്കാതെ ആത്മാവിൻ്റെ വിശുദ്ധിയിലേക്ക് ചിറകടിച്ച് പറന്നു പോകാനാണ്. മൃഗീയതയുടെ ചെടിക്കുട്ടിൽ നിന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നു പോകാനാണ്. അങ്ങനെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന 30 ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത്. ഈ വർഷത്തെ റമദാനിന് ഏറെ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളനുഷ്ഠിച്ച റമദാനിനേക്കാൾ പ്രസക്തിയുണ്ട്. നമുക്കറിയാം എന്തിനാണ് ഈ റമദാൻ എന്ന്. എന്താണ് റമദാനിൽ ചെയ്യേണ്ടത് എന്നല്ല, എന്തിനാണ് ഈ റമദാൻ എന്ന്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിച്ചിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ. ഈ തഖ്വയുള്ളവരായി തീരാൻ അല്ലാഹു നമ്മോട് കൽപ്പിച്ചത് കുതിബ അലൈക്കുമുസ് സിയാം എന്നാണ്. സൗമ നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മെയൊക്കെ അല്ലാഹു സൃഷ്ടിക്കുമ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ സെല്ലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എന്തു ചെയ്യണം എന്ന്. അങ്ങനെ രേഖപ്പെടുത്തിയതാണ് സൗമ്യം. ആ സൗമ്യതാർത്ഥത്തിൽ വളരെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിലേക്ക് നമ്മെ പ്രാപ്തമാക്കാനാണ്. അതാണ് ലഅല്ലകും തത്തഖൂൻ. തഖ്വ എന്നത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന വസ്തുതയാണ്. തഖ്വയുടെ നിർവചനം നമുക്കറിയാം. സൃഷ്ടാവിൻ്റെ കൽപ്പനകൾ അവ യഥാവിധി അംഗീകരിക്കുകയും സൃഷ്ടാവിൻ്റെ വിലക്കുകളിൽ ആ വിലക്കുകളെ ആദരിക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ. സത്യത്തിൽ ഒരു നല്ല മനുഷ്യനാകാൻ അത് അടിസ്ഥാനമായി ആവശ്യമാണ്. നല്ല മനുഷ്യത്വമുണ്ടാകാൻ തഖ്വ ആവശ്യമാണ്. തഖ്വ എന്ന് പറയുന്നത് എൻ്റെ താടിയിലോ ഞാൻ ധരിച്ചിട്ടുള്ള വസ്ത്രത്തിലോ തൊപ്പിയിലോ ഒന്നുമല്ല കാണേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ നിർവചിച്ചത് സ്വന്തം ശരീരത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഒരവയവത്തിലേക്ക് ചൂണ്ടിയാണ്. അത്തഖ്വ ഹാബുനാണ്. വല്ലാത്തൊരു വാക്കാണ്. ഒരു തവണയല്ല, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവർത്തിച്ചു. തഖ്വ ഇവിടെയാണ്, ഇവിടെയല്ല, ഇവിടെയാണ്. എന്നിട്ട് യുഷീറു ഇലാ സദ്രിഹി 3 പ്രാവശ്യം തിരുമേനി തൻ്റെ സദറിലേക്ക് ചൂണ്ടി. സദർ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏറ്റവും പ്രൈമായ അവയവമാണ്. ആ സദറിലേക്ക് ചൂണ്ടിയാണ് പറഞ്ഞത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആ സദറിൻ്റെ വൃത്തിയും ശുദ്ധിയുമാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഒരു നല്ല മനുഷ്യനാകാനാണ്. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ സൗമ്യം നമുക്ക് നൽകിയിട്ടുള്ളത്. നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക എന്നത് എൻ്റെ രൂപത്തിലല്ല, അങ്ങനെയല്ല. ഇന്ന് നല്ല മനുഷ്യനാകാൻ നല്ല ജിമ്മിൽ പോയി നല്ല ബോഡി ഫിറ്റാകാറുണ്ട് ആളുകൾ. നല്ല മനുഷ്യനാകാൻ നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. നല്ല മനുഷ്യനാകാൻ നല്ല ഹൈജീനിക്കായ അന്തരീക്ഷത്തിൽ ജീവിക്കാറുണ്ട്. ഇതൊന്നുമല്ല, ഈ രൂപത്തിൻ്റെ പേരല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. 2 കാലിൽ നടക്കുന്നത് കൊണ്ട് മനുഷ്യനാകണം എന്നില്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് കൊണ്ട് പോലും മനുഷ്യനാകണമെന്നില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുന്ന ഒരു ജീവി എന്നല്ല അർത്ഥം. മനുഷ്യനെന്ന് പറഞ്ഞാൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവനെന്നല്ല അർത്ഥം. ഇതൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ല മനുഷ്യനെന്ന് പറയുന്നത്. മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യത്വമുള്ള ഒരു ഹൃദയമുണ്ടാകുമ്പോഴാണ്. നമ്മുടെ സദറിലേക്ക് മനുഷ്യത്വം കയറുമ്പോഴാണ് നാം മനുഷ്യനാകുന്നത്. അങ്ങനെ മനുഷ്യനാകാനാണ് സൗമെന്ന് പറയുന്നത്. ഹൃദയത്തിൻ്റെ കാഠിന്യം ഇല്ലാതാകണം. എന്നിട്ട് നിർമ്മലമായ ഒരു ഹൃദയം നമുക്കുണ്ടാകണം. അതിന് സഹായിക്കുന്നതാണ് സൗമ്യം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ചോദിച്ചു, അഫലാ ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ. വല്ലാത്തൊരു വാക്കാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വഹറെന്ന് പറഞ്ഞാൽ നമ്മെ ചീത്തയാക്കുന്ന എല്ലാം വഹറാണ്. അസൂയ, ഏഷണി, പരദൂഷണം, വെറുപ്പ്, വിദ്വേഷം, ഇതൊക്കെ വഹറാണ്. നബി ചോദിച്ചു, ആ വഹറിനെ നീക്കിക്കളയുന്ന ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബികൾ ഉച്ചത്തിൽ പറഞ്ഞു, അഖ്ബിർനാ യാ റസൂലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അതിൻ്റെ പ്രാധാന്യമാണ്. റസൂലെ പറഞ്ഞു തന്നാലും ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞത് നോമ്പനുഷ്ഠിക്കാനാണ്. ആലോചിച്ച് നോക്കൂ, നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് അതാണ് എന്നർത്ഥം. അവിടേക്കാണ് നാം വരേണ്ടത്. മനുഷ്യത്വം നിലകൊള്ളുന്നത് പ്രധാനമായും 2 കാര്യങ്ങളിലാണ്. അത് നമ്മുടെ ഹൃദയം വൃത്തിയായാൽ നമുക്ക് തന്നെ ബോധ്യമാകും. അതിലൊന്നാമത്തേത് കാരുണ്യമാണ്, റഹ്മത്ത്.
കാരുണ്യമില്ലാത്തവൻ മനുഷ്യനല്ല. നമ്മൾ ആലോചിക്കണം. വളരെ ഗൗരവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷത്തെ റമദാനിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒന്നാണ്. നമ്മൾ കേൾക്കുന്നുണ്ട് ഫലസ്തീനിലെ ഗസയിലെ നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ടെക്നോളജി വികസിച്ചിട്ടുണ്ട്, ശാസ്ത്രത്തിന്റെ ഉത്തുംഗതയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. ഞങ്ങളാണ് ലോകത്തെ പ്രഥമ പൗരന്മാരെന്നാണ് ഫലസ്തീനിലെ ഗസയിൽ ബോംബിട്ട് മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാരുണ്യത്തിന്റെ ഒരു ലവലേശം പോലും, ഒരു പൊടി പോലും ഇല്ലാത്ത അവരെ നമ്മൾ എന്ത് വിളിക്കണം? നമ്മൾ ആലോചിക്കണം സഹോദരൻ. ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രവചനമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹൃദയത്തിൽ നിന്ന് കാരുണ്യം ഇല്ലാതാവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മൃഗീയമായി പെരുമാറാൻ അവർക്ക് സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞു തന്നു. അവരുടെ മുഖങ്ങൾ മനുഷ്യമുഖങ്ങളായിരിക്കും. വജൂഹുഹും കവജൂഹിൽ ആദമിയ്യീൻ വലാകിൻ ഖുലൂബുഹും ഖുലൂബുശ് ശയാത്തീൻ. സത്യമല്ലേ, മുഖങ്ങൾ മനുഷ്യരുടെ മുഖമാണ്, പക്ഷേ അവരുടെ ഹൃദയം ശൈത്താന്റെ ഹൃദയമാണ്, ശയാത്തീനുകളുടെ ഹൃദയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം വളരെ ഗൗരവമായി പറഞ്ഞു. മനുഷ്യത്വത്തിന്റെ രണ്ടാമത്തെ അടയാളം ബുദ്ധിയാണ്. ഇതുകൂടി ചേർത്ത് വേണം നാം മനുഷ്യത്വത്തെ, മനുഷ്യന് ആകുന്നതിനെ പരിഗണിക്കാൻ. ഇവരൊക്കെ ബുദ്ധിരാക്ഷസന്മാരാണ് എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് അന്ത്യസമയത്തെ കുറിച്ച് പറഞ്ഞു തരികയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹറജിനെ കുറിച്ച് പറഞ്ഞു. ഹറജ്. ഞങ്ങൾ ചോദിച്ചു, അമൽ ഹറജ്, എന്താണ് റസൂലേ ഹറജ്? നബി പറഞ്ഞത് രണ്ട് വിശദീകരണമാണ്. ആ പദം ഒരു പക്ഷേ അറബി ഭാഷയിൽ ഡിക്ഷണറികൾക്ക് വഴങ്ങാത്തതായിരിക്കും. അറബികൾക്ക് സാധാരണ പരിചയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സഹാബത്ത് തിരിച്ചു ചോദിച്ചത്. നബി പറഞ്ഞത് അൽ കൽബു വൽ ഖത്ലു, രണ്ട് കാര്യങ്ങൾ വർദ്ധിക്കും. ഒന്ന് കളവാണ്. സത്യം പറയുന്നവർ വളരെ തുലോം കുറവാണ്. വെട്ടിക്കോളങ്ങളിൽ വാർത്ത വരുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പ്രധാന വാർത്തയായി പെട്ടിക്കോളങ്ങളിൽ എന്തുകൊണ്ടാണ് സത്യസന്ധത വരുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും കള്ളന്മാരാണ്. രണ്ടാമത്തേത് വൽ ഖത്ൽ, കൊലയാണ്. കൊലപാതകങ്ങൾ നടക്കും. സഹാബത്ത് തിരിച്ചു ചോദിച്ചു, അക്തറു മിമ്മാ നഖ്തുലുൽ ആൻ, ഇപ്പോൾ ഒരുപാട് യുദ്ധങ്ങളിൽ ഇവിടെ കൊലകൾ നടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടത്തുന്നു. ഇതിനേക്കാൾ കൊല നടക്കുമോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹു ലൈസ ബിഖത്ലികുമുൽ കുഫാർ വലകിന്നഹു ഖത്ല ബഅദികും ബഅദ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ കുഫാറുകളുമായി നടത്തുന്ന യുദ്ധത്തിൽ സംഭവിക്കുന്ന കൊലകളല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം കൊന്നെടുക്കുന്ന അവസ്ഥയിലേക്ക്. എന്നിട്ട് റസൂലുള്ളാഹ് അതിനെ ഒന്നുകൂടി വിശദീകരിച്ചു, ഹത്താ യഖ്തുല റജുലു ജാറഹു, ഒരു മനുഷ്യൻ തന്റെ അയൽവാസിയെ കൊല്ലുന്ന അവസ്ഥയിലെത്തും. വയഖ്തുല അഖാ, സ്വന്തം സഹോദരനെ കൊല്ലുന്ന അവസ്ഥയിലെത്തും. വയഖ്തുലു അമ്മഹു, സ്വന്തം പിതാവിന്റെ സഹോദരനെ കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തും. വയഖ്തുലു ഇബ്ന അമ്മിഹി, സ്വന്തം പിതാവിന്റെ സഹോദരന്റെ പുത്രനെ കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തും. ഞാൻ ഇന്നലെ വന്ന ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിന് അത്ഭുതമായി. അവർ തിരിച്ചു ചോദിച്ചു, സുബ്ഹാനല്ലാഹ് വമഅനാ ഖൂലുനാ, അത്ഭുതത്തോടു കൂടി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, അത്ഭുതമേ, വമഅനാ ഖൂലുനാ, ഞങ്ങൾക്ക് ഈ ബുദ്ധി ഉണ്ടായിരിക്കെ ഞങ്ങൾ മനുഷ്യ സമൂഹം ഇത് ചെയ്യുമെന്നാണോ നബിയെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ലാ, അല്ല, ഇല്ലാ അന്നഹു യൻസിഉ ഖൂല അഹ്ലി ദാലിക സമാൻ, ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബുദ്ധിയെ അള്ളാഹു എടുത്തുകൊണ്ടുപോകും, ഊരിയെടുക്കും. അതാ സംഭവിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നത്, ഹത്താ യഹ്സബ അഹദുകും അന്നഹു അലാ ശൈഇൻ വലൈസ അലാ ശൈഇൻ. ഇത് ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് നിങ്ങൾ ഭയങ്കര നല്ല കാര്യമാണ് ചെയ്യുന്നത്.
പക്ഷേ അവർ ചെയ്യുന്നതിൽ ഒരു നന്മയുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരൻ, ഈ ഹദീസിന്റെ നുണക്ക് നേരെയുള്ള ഒരു പ്രാക്ടിക്കൽ പുലർച്ചയത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 25 കിലോമീറ്ററിനുള്ളിൽ 3 സ്ഥലങ്ങളിൽ താമസിക്കുന്ന 6 മനുഷ്യരെ 24 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ മൃഗീയമായി കൊണ്ടു. എവിടെയാണ് അബദ്ധം സംഭവിച്ചത്? അവിടെ മാത്രമല്ല, ഫലസ്തീനിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് സംഭവിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ സംഭവിച്ചത്? എത്ര ഗൗരവമാണ് വിഷയം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാത്തത്, മനസ്സിലാക്കാത്തത്, ഉൾക്കൊള്ളാത്തത്? മനുഷ്യൻ മൃഗമായി മാറിയതിൻ്റെ അവസ്ഥ. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ മൃഗങ്ങളെ മോശമാക്കലായിരിക്കും, അതിനേക്കാൾ മോശമായിരിക്കും. അല്പം പോലും കരുണയില്ല. മനുഷ്യന്റെ ബുദ്ധിയെ അല്പം പോലും ഉപയോഗിക്കുന്നില്ല. മനുഷ്യന് ഹൃദയമില്ലാതായിരിക്കുന്നു, ഹൃദയം പ്രവർത്തിക്കാതെ ആയിരിക്കുന്നു. ഇതാദ്യത്തെ സംഭവമല്ല, നമ്മുടെ നാട്ടിൽ ഇതാദ്യത്തെ സംഭവമല്ല, ലോകത്ത് നടക്കുന്ന ആദ്യത്തെ സംഭവമല്ല. അല്ല, സ്വന്തം മാതാവിനെ കൊല്ലുന്ന, പിതാവിനെ കൊല്ലുന്ന, അയൽക്കാരനെ കൊല്ലുന്ന, സഹപാഠിയെ കൊല്ലുന്ന മനുഷ്യരുടെ കഥ, കുട്ടികളുടെ ചിത്രം നമ്മുടെ മുന്നിൽ. ഖുർആനിൽ പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോകും. അത് കല്ലുപോലെ കടുപ്പം പോരാ, ആ കല്ലിനേക്കാൾ കടുപ്പത്തിൽ കടുത്തു പോകും. മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, കല്ലിനേക്കാൾ കടുത്തുപോയ നമ്മുടെ ഹൃദയത്തെ, 11 മാസം കടുപ്പിച്ച നമ്മുടെ ഹൃദയത്തെ 12ാമത്തെ മാസം ഒരല്പം ലോലമാണ്. വിശുദ്ധ ഖുർആൻ ഖസ്വത്തുൽ ഖുലൂബ് എന്ന പ്രയോഗം 7 സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 7ഉം നെഗറ്റീവാണ്. ഒരിക്കലും ഹൃദയത്തിൻ്റെ കടുപ്പം എന്ന് പറയുന്നത്, കാഠിന്യം എന്നത് നന്മയല്ല, തിന്മയാണെന്ന് നാം മനസ്സിലാക്കും. ആ തിന്മയെ നശിപ്പിക്കാൻ, ഹൃദയത്തെ ലോലമാക്കാൻ, അതിനാണ് സഹോദരന്മാരെ, അതാണ് തഖ്വ. ആ ഹൃദയത്തിലേക്ക് മാത്രമേ നാം ഉദ്ദേശിക്കുന്ന തഖ്വ കയറി വരികയുള്ളൂ. നമ്മൾ മനുഷ്യരോട് കാരുണ്യം കാണിക്കണം, പാരുഷ്യം ഒഴിവാക്കണം, നമ്മുടെ ബുദ്ധിയെ നാം ഉപയോഗപ്പെടുത്തണം. അതാണ് വേണ്ടത്. അവിടെയാണ് നാം നമ്മെ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അർറഹീമൂന യർഹമുകുമുർ റഹ്മാൻ ഇർഹമു അഹ്ലൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. കരുണ ചെയ്യുന്നവർക്ക് പരമകാരുണ്യകൻ കരുണ ചെയ്യും. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. സഹോദരങ്ങളെ, കരുണ കാണിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഈ റമദാനിൽ നമ്മുടെ ഒരുക്കമുണ്ടാകേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടാണ്. ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരും നോക്കണം. അവിടെ കാരുണ്യമുണ്ടോ, അല്ല കടുപ്പമാണോ ഉള്ളത്? എൻ്റെ ഹൃദയം കാരുണ്യമുള്ളതാണോ, കടുപ്പമുള്ളതാണോ? അതാണ് ഒന്നാമത്തെ നോട്ടമുണ്ടാകേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ഈ തഖ്വ കടന്നു വരികയുള്ളൂ. നമ്മളെത്ര നോമ്പനുഷ്ഠിച്ചെന്ന് ആലോചിച്ചു, എത്ര കാലം നോമ്പ് നോട്ടു, എന്നിട്ട് ഇപ്പോഴും പഴയ മാതിരി തന്നെയല്ലേ? ചില ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ടല്ലോ മനുഷ്യൻ. ഇപ്പം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോട്ടം ഇന്ന് നിങ്ങൾ നോക്കേണ്ടത് മാനത്തേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്ക്. ഞാനൊരു ചോദ്യം, ഒന്നാമതായി നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ഈ റമദാൻ വരുമ്പോൾ എനിക്ക് സന്തോഷമാണോ, ദുഃഖമാണോ? സന്തോഷമുണ്ടോ? അള്ളാഹുവിന്റെ ഏത് ഫദ്ലിലും ഏത് റഹ്മത്തിലും നമുക്കുണ്ടാകേണ്ടത് എന്താ? സന്തോഷമുണ്ടാകണം. ഈ റമദാൻ നമ്മെ സന്തോഷപ്പെടുത്തുന്നുണ്ടോ? ഇതൊരു സീസണാണ്, നന്മയുടെ സീസൺ. നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ച് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന സീസൺ. വല്ലാത്തൊരു സീസണാണ്. നമ്മൾ ആലോചിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ ലഭിക്കപ്പെടുന്ന പ്രത്യേക സന്ദർഭം, സമയം. എത്ര സന്ദർഭങ്ങൾ! എന്തൊരു കാരുണ്യമാണ്! ഭൂമി മാറുന്നു, ആകാശം മാറുന്നു, ചുറ്റുപാട് മാറുന്നു, എല്ലാവരും മാറുന്നു. പക്ഷേ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ മാറാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് സഹോദരങ്ങളെ നാം നമ്മളെ മാറ്റാൻ ശ്രമിക്കുന്നത്.
അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമതായി നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കേണ്ടത്, ഈ സന്തോഷം നമുക്കുണ്ടെങ്കിൽ രണ്ടാമത്തേത് റമദാനിലെ ഏറ്റവും പുണ്യമായ പ്രവൃത്തി സ്വലാത്താണ്. സ്വലാത്ത്, അതിൻ്റെ പേര് തന്നെ സ്വലാത്ത് എന്നാണ്. നമസ്കാരം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ചീത്തയാക്കരുത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹി എന്നാണ്. അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള ബന്ധം ചേർക്കുന്ന പ്രക്രിയയുടെ പേരാണ് സ്വലാത്ത്. നമുക്ക് സാധിക്കണം നമ്മുടെ സ്വലാത്തിനെ നോക്കാൻ. ഭൂമിയുമായുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് റഹ്മാനായ റഹീമായ വദൂദായ സ്നേഹനിധിയായ എൻ്റെ റബ്ബുമായി ഒരു ബന്ധം സൃഷ്ടിക്കാൻ എനിക്ക് സ്വലാത്തിൽ സാധിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കണം. സഹോദരൻ, ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. ആ സ്വലാത്ത് നിർവഹിക്കപ്പെടുന്ന കേന്ദ്രമാണ് മസ്ജിദ്. അതിമനോഹരമായ മസ്ജിദാണ് നമ്മളിൽ പണിത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആലോചിക്കണം, തകർന്നടിഞ്ഞു വീണ ബിൽഡിങ്ങുകളുടെ കൂടാരത്തിനിടയിൽ ചെറിയ ഷെഡ് കെട്ടി ജുമാ നമസ്കാരം നിർവഹിക്കുന്ന ഫലസ്തീനിലെ സമൂഹത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആലോചിക്കണ്ടേ അല്ലാഹു നമുക്ക് നൽകിയ കാര്യങ്ങൾ അല്ലേ? സഹോദരന്റെ ഇവിടെയുള്ള ഓരോരുത്തരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആ സ്വലാത്തിലേക്ക് തിരിച്ചു വേണം. ഏത് സ്വലാത്തിലേക്ക്? സകലമായ പ്രശ്നങ്ങളും ഉതിർന്നു വീഴുന്ന, സകലമായ പ്രയാസങ്ങളും ഇല്ലാതാകുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്തിൽ എല്ലാ വേദനകളും മറക്കാൻ സാധിക്കുന്ന, എൻ്റെ റബ്ബ് എന്നെ പരിഗണിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു സ്വലാത്ത്. അങ്ങനെ ഈ മസ്ജിദുമായി നമുക്ക് റസൂലുള്ളാഹിന്റെ ഭാഷ മസ്ജിദുമായി കൽബിനെ കെട്ടിയിടണം. ക്ലബ്ബുകളുമായല്ല, കളിസ്ഥലങ്ങളുമായല്ല, വിനോദ സ്ഥലങ്ങളുമായല്ല. അപ്പ സ്വലാത്തുണ്ടാകും, അപ്പ സുഖത്തുണ്ടാകും. കെട്ടിയിടണം സഹോദരൻ, അത് നമുക്ക് സാധിക്കണം. സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വിളിച്ചിരുന്നത് ഹമാമുൽ മസ്ജിദ്. ഹമാം എന്ന് പറഞ്ഞ പ്രാവാണ്, പള്ളിയിലെ പ്രാവ്. എത്ര മനോഹരമാണ് ആ പേരെന്നാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പള്ളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ഒരുപാട് ചരിത്രം. ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്ക് നമ്മുടെ സ്വലാത്ത് മാറുന്നുണ്ടോ എന്നതായിരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധിയാണോ എന്നറിയാനുള്ള രണ്ടാമത്തെ നോട്ടം. മൂന്നാമത്തേത് സഹോദരന്മാരെ, പ്രത്യേകിച്ചും ഈ വിശുദ്ധ മാസത്തിൽ സത്യസന്ധമായി തൗബ ചെയ്യാൻ നമുക്കാവും. സത്യസന്ധമായി. ഞാൻ ചെയ്ത തെറ്റ് ആരും അറിയില്ലല്ലോ, ഇല്ല, ഞാൻ റബ്ബ് മാത്രം അറിയുന്ന ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്നു വെച്ച് കൈ ഉയർത്തി റബ്ബിനോട് ചോദിക്കാൻ പറ്റുമോ, റബ്ബേ ഇനി ഞാൻ മടങ്ങുകയില്ല, ആ തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല, എന്നോട് പൊറുക്കണേ എന്ന് പറയാൻ നമ്മുടെ ഹൃദയത്തെ നാം നോക്കണം. അത് പറയാത്ത കാലത്തോളം, അത് ചോദിക്കാത്ത കാലത്തോളം, അതിന് അല്ലാഹുവിൽ അപേക്ഷ സമർപ്പിക്കാത്ത കാലത്തോളം, നാം ചെയ്തുപോയ തെറ്റുകളിൽ സുഖം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം നമ്മുടെ ഹൃദയം ചീത്ത. നാം കടുപ്പമുള്ളവരായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ. നാലാമത്തെ അടയാളം ദുആ. ദുആ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭവം, അതിന് വല്ലാത്ത അനുഭവമാണ് ദുആ. അതാണ് അവിടെ നമ്മുടെ കൽബിലേക്ക് നോക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ദുആ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ സൗമം, നോമ്പും ദുആയും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയതാണ്. അതാണ് നോമ്പിന്റെ ഹുക്മുകളിൽ ഇങ്ങനെ പറയുന്നിടത്താണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജ്ബു ദഅവത. അത്ര കണക്ഷനാണ് നോമ്പിന്, അത്ര കണക്ഷനാണ് അല്ലാഹുവുമായി. ദുആ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കാണാതെ പറിച്ച കുറെ വാചകങ്ങൾ പറയല്ല, നമ്മുടെ മനസ്സിന്റെ ഞരക്കങ്ങളാണ് ദുആ. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളാണ് ദുആ. അങ്ങനെയാകണം. ആ ദുആ ശക്തിയുള്ള ദുആ ആയിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എങ്ങനെ ദുആ ചെയ്യണം
എന്ന് പഠിപ്പിച്ചു. നമ്മളൊക്കെ ഇനി നിരാശര. എന്താ പ്രാർത്ഥിച്ചതൊന്നും കിട്ടുന്നില്ല, കിട്ടിയിട്ടില്ല. അദ്ദേഹം അവരോട് മറുപടി പറയുന്നത്, നിങ്ങളുടെ കൊച്ചു കുഞ്ഞ്, നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞ് അവൻ ആഗ്രഹിച്ച ഒരു സാധനം കിട്ടാൻ എങ്ങനെയാണോ അവരത് നേടിയെടുക്കുന്നത്? ചിലപ്പോൾ കരയും, ചിലപ്പോൾ ആർത്തട്ടഹസിക്കും. നമ്മളത് നൽകുന്നത് വരെ അവന് കരയും. അതുപോലെ നമുക്കാവണം. അതുപോലെ ആലോചിക്കും, പിതാവിനേക്കാൾ സ്നേഹമല്ലേ റബ്ബിന് നമ്മളോട് സാധിക്കണം. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ മറുപടി കിട്ടും. അതാണ് പ്രവാചകന്മാരുടെ മുഴുവൻ കഥ. നമ്മൾ അസ്ബാബുകളെ നോക്കണ്ട, കാരണങ്ങളെ നമ്മൾ നോക്കണ്ട, പ്രശ്നങ്ങൾ പറഞ്ഞാൽ സൊല്യൂഷൻ നമ്മളെ അടുത്ത് വരണ്ട. അത് അല്ലാഹു തരും. അതാണ് ആലോചിച്ച് നോക്കൂ. സക്കരിയ അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾക്കറിയില്ലേ? മെഹ്റാബിൽ ചെന്ന് നോക്കുമ്പോൾ മറിയമിന്റെ അടുത്ത് ഭക്ഷണം കണ്ടു. ചോദിച്ചു, എവിടെ കിട്ടി? ഒറ്റ മറുപടിയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്. സക്കരിയയാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു തെറ്റിദ്ധാരണക്കും പോട്ട, എനിക്കിത് തന്നത് അല്ലാഹുവാണ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഇൻവെസ്റ്റിഗേഷന് പോവുകയല്ല സക്കരിയ നബി ചെയ്തത്. നമ്മളാണെങ്കിൽ അതല്ലേ പറയാം, ഇങ്ങനെ വന്നത് നമുക്കൊന്ന് അറിയണല്ലോ. ആരാ അവിടെ വന്നത്? പെണ്ണിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക്. സക്കരിയ അലൈഹിസ്സലാം എന്ത് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയ്യതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അപ്പോഴാണ് സക്കരിയ അലൈഹിസ്സലാമിനെ കത്തിയത്. അങ്ങനെ സംഭവിക്കുമോ? കാരണങ്ങളില്ലാതെ സംഭവിക്കുമോ? സംഭവിക്കും. അതാണ് ദുആ. അതാണ് വിശ്വാസിയുടെ ദുആ എന്ന ആയുധത്തിന്റെ അത്ഭുതം. അതിന് കാരണങ്ങൾ പ്രശ്നമല്ല, അത് സംഭവിച്ചു. എനിക്ക് മക്കളെ വേണം എന്ന് സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചപ്പോ ഫനാദത്തുൽ മലായിക, ഉടനെ വിളിച്ചു മലക്കുകൾ അദ്ദേഹത്തെ. ഫ എന്നാ പറഞ്ഞത്, ഫനാദത്തുൽ മലായിക, ഉടനെ വിളിച്ചു. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, തന്റെ മിഹ്റാബിൽ അദ്ദേഹം സ്വലാത്തിലായിരിക്കുകയാണ് വിളിച്ചത്. പറഞ്ഞു, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യ. ആരാണ് സക്കരിയ എന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് ആകെ പ്രായം അങ്ങെത്തി നിരച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു മോനുണ്ടാകാനുള്ള അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. തൻ്റെ ഇളയാണെങ്കിൽ ആഖിറ, പ്രസവിക്കാത്ത പെണ്ണാണ്. നിങ്ങൾ ആലോചിച്ച് നിരാശ വരാതെ റബ്ബിനോട് ചോദിക്കും. അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ഒരു റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വരുന്നുണ്ട്. നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എനിക്ക് അല്ലിംനി കലിമാത്തിൻ അദ്ഉ ബിഹിൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരൻ, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അല്ലാഹുക്കറിയാം, നമ്മളെക്കാൾ അറിയാം. അല്ലെ, പ്രശ്നങ്ങൾ നമ്മളെക്കാൾ അല്ലാഹു അറിയും. പക്ഷെ അല്ലാഹു നോക്കും നമ്മുടെ കൽബിലേക്ക് മാത്രം. ഈ കൽബ് ക്ലിയറാണോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്, തുസബ്ബിഹീന അല്ലാഹ അസ്സ വജല്ല 10, നീ 10 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. വതഹ്മീദീനഹു 10, 10 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയും. വതുകബ്ബിറൂനഹു 10, 10 തവണ അല്ലാഹു അക്ബർ എന്ന് പറയും. ثم سلي حاجتك, എന്നിട്ട് നിന്റെ ആവശ്യം ചോദിക്കുക. فإنه يقول, അപ്പോൾ റബ്ബ് പറയും, അത് ഫഅൽത്, അത് ഫഅൽത്. ഓക്കെ ഓക്കെ, ഞാൻ സമ്മതിച്ചു, ഞാൻ തരാം. പറ്റുമോ? നമുക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? അറിഞ്ഞ് ഉള്ളറിഞ്ഞൊരു സുബ്ഹാനല്ലാഹ്, ഉള്ളറിഞ്ഞൊരു അൽഹംദുലില്ലാഹ്, ഉള്ളറിഞ്ഞൊരു അല്ലാഹു അക്ബർ, ഇതിലേക്ക് നമ്മൾ എത്തണം സഹോദരൻ. 5ാമത്തെ കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയം പരിശുദ്ധമാണോ എന്നറിയാം. തഖ്വ നമുക്ക് ഈ സൗബിലൂടെ കിട്ടുമോ എന്നറിയാനുള്ള 5ാമത്തെ അടയാളം ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ്. നമുക്ക് സുഹ്ബത്തുൽ ഖുർആൻ ഉണ്ടാകണം, സാഹിബുൽ ഖുർആനാകണം. സാഹിബ് എന്ന് പറഞ്ഞാൽ സ്നേഹിതനല്ല, ഫ്രണ്ടല്ല, ഒന്നുമല്ല. സുഹ്ബത്ത് സഹാബിനെ കേട്ടിട്ടില്ലേ? ഇതാണ് സാഹിബുൽ ഖുർആൻ. നമുക്ക് സാധിക്കണം, ഖുർആനായിരിക്കണം. പ്രത്യേകിച്ചും ഈ മാസത്തിലെ നമ്മുടെ ഏറ്റവും അടുത്ത കുട്ടികൾ. ആ രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഹൃദയത്തിനുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ച് നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുന്നു.
لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഒന്നാമത്തേത് റമദാനിൻ്റെ സവിശേഷത. അത് എല്ലാ ചെറിയ പോഷങ്ങളും നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു തരുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുവിശേഷമാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ. വേറൊരു ചിന്തയല്ല, അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ചിന്തയിൽ മാത്രമായിരിക്കണം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ടത്. എങ്കിൽ അള്ളാഹു ഓർത്തു തരും. അത് വളരെ പ്രധാനമായി നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ ഓർക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ പ്രതിഫലം തരുന്ന കർമ്മമാണ് പ്രാർത്ഥന. അസ്സൗമു ലീ വ അന അജ്സി. ഞാൻ ബാക്കിയൊക്കെ അള്ളാക്കാം. നമുക്ക് 10 കുട്ടികളുണ്ടെങ്കിൽ ഒരു മോനോട് ഇടൻ്റെ സ്വന്തം മോനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹുള്ളത്. പക്ഷെ അള്ളാഹു പ്രത്യേകമായി പ്രതിഫലം തരും. അത് നമ്മൾ മനസ്സിലാക്കണം. ആ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, നമ്മുടെ നോമ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല. 12 മണിക്കൂർ എന്നുള്ളതല്ല പ്രശ്നം. ക്വാളിറ്റി ഉള്ള നോമ്പുകാരാണ്. അത് നമുക്ക് സാധിക്കണം. അഥവാ നോമ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കലെല്ലാം നമുക്കറിയാം. നമ്മുടെ കണ്ണിനെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണം, നമ്മുടെ ബുദ്ധിയാവയവങ്ങളെ കൺട്രോൾ ചെയ്യണം, സർവോപരി നമ്മുടെ മനസ്സിനെ മെരുക്കിയെടുക്കണം. അതാണ് സ്വന്തം. അതാണ് ക്വാളിറ്റിയുള്ള നോമ്പ് എന്ന് പറയുന്നത്. അതിന് ആ ഒരു രീതിയിലുള്ളൊരു മാറ്റം നമുക്കുണ്ടാകണം. മറ്റൊന്ന്, ഈ നോമ്പ് നമുക്ക് പരലോകത്ത് ശുപാർശ പറയും. അത്ഭുതമാണ് നോമ്പ് എന്ന് പറയുന്നത്. ശുപാർശകനായി വരും. ആരും ശുപാർശ പറയാത്ത സമയം, ദിവസം നോമ്പുകാരൻ ശുപാർശകനായി വരും. ഒരു വല്ലാത്ത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് കൂടി പറഞ്ഞു, അതാണ് വല്ലാത്ത ഹൃദയസ്പർശായ സിറാത്ത് പാലം. നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അസ്സിയാമു ജുന്നത്തുൻ വഹിസ്നുൻ ഹസീനുൻ. അതൊരു വല്ലാത്ത വാക്കാണ്. മിനന്നാർ. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നരകത്തിൻ്റെ സ്പർശനമേൽക്കാതെ കടന്നു പോകാനുള്ള പരിചയായി, ഒരു തടസ്സമായി നോമ്പ് നിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നു എന്തുമാത്രം വലിയ കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവസാനം തിരുമേനി പറഞ്ഞൊരു വാചകം, ഈ സ്വർഗത്തിന് ഒരുപാട് 8 കവാടങ്ങളുണ്ട്. അതിൽ റയ്യാൻ എന്ന പ്രത്യേകമായ ഒരു കവാടമുണ്ട്. അതിലൂടെ നോമ്പുകാരൻ മാത്രമാണ് പ്രവേശിക്കുക. പ്രത്യേകമായി പ്രവേശിക്കാനുണ്ടാവുക. എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിക്കുന്നത്? അവസാനിക്കാത്തതാണ്. ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മുടെ ഹൃദയം മാറ്റി ഒരു നല്ല നോമ്പുകാരനാവാൻ എല്ലാവരും ശ്രമിക്കുക. വിശാലമായ സൗകര്യമുള്ള മസ്ജിദ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഈ മസ്ജിദുകൾ കൂടുതൽ പരിപാലനമായി പരിശുദ്ധിപ്പെടുത്തി അതിൻ്റെ ഇബാദത്തുകൾ ചെയ്ത് മസ്ജിദുമായി നമ്മുടെ ഹൃദയത്തെ കെട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ സമാധാനവും സന്തോഷവും കിട്ടുന്നവരായി മാറാൻ ശ്രമിക്കുക. വിശേഷിച്ചും രാത്രിയിലെ നമസ്കാരം, ദീർഘമായ നമസ്കാരങ്ങൾ, നല്ല ഇമാമുണ്ട്, മനോഹരമായ ഖുർആനുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച് അള്ളാഹുവും അതുപോലെ തന്നെ ഖുർആനുമൊക്കെയായി കടുപ്പമുള്ള ബന്ധമുള്ളവരെ കിട്ടാൻ എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നല്ല മനുഷ്യരാകാൻ, നല്ല നോമ്പുകാരനാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഇത്ര മനോഹരമായ ഒരു പള്ളി പണിതെന്ന് ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ സൗകര്യമൊരുക്കി തന്ന, ഇതിനുവേണ്ടി ശ്രമിച്ച, ഇതിനുവേണ്ടി പരിശ്രമിച്ച, പണം ചെലവാക്കിയ എല്ലാവർക്കും അള്ളാഹുവെ അർഹമായ പ്രതിഫലം നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ. അർഹമർ റഹീമായ റബ്ബേ, ഈ വർഷത്തെ റമദാനിനെ ആരോഗ്യത്തോടെ ഈമാനോടെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. അർഹമർ റഹീമായ റബ്ബേ, ഈ വർഷത്തെ റമദാനിൽ കൂടുതൽ ബർക്കത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അർഹമർ റഹീമായ റബ്ബേ,
ഞങ്ങളുടെയൊക്കെ സഹോദരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലതരം പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമാവട്ടെ സുഭിക്ഷമായി നോമ്പ് നോക്കാനും നോമ്പ് തുറക്കാനുമൊക്കെ സൗകര്യമുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ അവർക്ക് അതിനൊന്നും സൗകര്യമില്ലാവട്ടെ. അവർക്കൊക്കെ നീ ആശ്വാസവും സമാധാനവും നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان برحمتك يا أرحم الراحمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم بلغنا شهر رمضان. اللهم بلغنا شهر رمضان. اللهم بلغنا شهر رمضان. اللهم بارك لنا في شهر رمضان. اللهم بارك لنا في شهر رمضان. اللهم بارك لنا في شهر رمضان. اللهم ارزقنا التوفيق للقيام والصيام في شهر رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.